ഡ്യുവൽ സ്പേസസ് ഓൾറെഡി നമ്മൾ പഠിച്ചതാണ് എന്താണ് ഡ്യുവൽ സ്പേസ് എന്നുള്ളത്. എക്സ് എന്ന് പറയുന്നത് ഒരു നോംഡ് സ്പേസ് ആണെന്ന് കരുതുക. എക്സ് ഇസ് എ നോംഡ് സ്പേസ് ഓവർ കെ. അങ്ങനെയെങ്കിൽ എക്സിൽ നിന്ന് കെയിലേക്കുള്ള കണ്ടിന്യൂസ് ലിനിയർ ഫംഗ്ഷനുകൾ, ദ കളക്ഷൻ ഓഫ് ഓൾ സ്മോൾ എഫ് വിച്ച് ആർ ലിനിയർ ആൻഡ് കണ്ടിന്യൂസ് ഫ്രം എക്സ് ടു കെ, അവരുടെ കളക്ഷനെയാണ് നമ്മൾ ബി ഓഫ് അല്ലെങ്കിൽ ബി എൽ ഓഫ് എക്സ് കോമ കെ എന്ന് എഴുതുന്നത്. കളക്ഷൻ ഓഫ് ഓൾ ബൗണ്ടഡ് ലീനിയർ മാപ്സ് ഫ്രം എക്സ് ടു കെ. ഈ കളക്ഷന്റെ നൊട്ടേഷനാണ് എന്ത്, എക്സ് ഡാഷ് എന്നുള്ളത്. ഇതിനെ വിളിക്കുന്ന പേരാണ് ഡ്യുവൽ സ്പേസ് ഓഫ് എക്സ് അല്ലെങ്കിൽ ഡ്യുവൽ ഓഫ് എക്സ് എന്നുള്ളത്. ഇത് ഒരു ലീനിയർ സ്പേസ് ആയിരിക്കും. ഇതിനകത്തൊരു നോം ഉണ്ട്, ഓപ്പറേറ്റർ നോം എന്ന് പറയുന്നത്. ആ ഓപ്പറേറ്റർ നോമിൽ ഇതൊരു നോംഡ് ലീനിയർ സ്പേസ് ആയിരിക്കും, നമ്മൾ പഠിച്ചതാണ്. അപ്പോൾ നമ്മൾ അതിനെ ഓപ്പറേറ്റർ നോമിന്റെ ഡെഫിനിഷൻ എന്ന് പറയുന്നത് സ്മോൾ എഫ് എലമെന്റ് ഓഫ് എക്സ് ഡാഷ് എടുക്കുവാണെങ്കിൽ, എഫ് ഫ്രം എക്സ് ഡാഷ് എടുക്കുവാണെങ്കിൽ ഓപ്പറേറ്റർ നോം ഓഫ് എഫ് എന്ന് പറയുന്നത് സുപ്രീമം ഓഫ് കളക്ഷൻ ഓഫ് ഓൾ മോഡ് എഫ് ഓഫ് എക്സ് സച്ച് ദാറ്റ് എക്സ് എലമെന്റ് ഓഫ് എക്സ് ആൻഡ് നോം എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1. അപ്പം നമ്മൾ സൗകര്യത്തിന് ഇനി അങ്ങോട്ട് ഈ എക്സ് ഡാഷിലെ ക്യാപിറ്റൽ എക്സ് ഡാഷിലെ എലമെന്റുകളെ സ്മോൾ എഫ് എന്ന് ഡിനോട്ട് ചെയ്യുന്നതിന് പകരം സ്മോൾ എക്സ് ഡാഷ് എന്ന് ഡിനോട്ട് ചെയ്യുക. അപ്പോൾ നമ്മൾ സ്മോൾ എക്സ് ഡാഷ് എലമെന്റ് ഓഫ് ക്യാപിറ്റൽ എക്സ് ഡാഷ് എടുക്കുകയാണെങ്കിൽ അതിന്റെ ഓപ്പറേറ്റർ നോം ഓഫ് എക്സ് ഡാഷ് എന്ന് പറയുന്നത് സുപ്രീമം ഓഫ് കളക്ഷൻ ഓഫ് ഓൾ മോഡ് എക്സ് ഡാഷ് ഓഫ് എക്സ് എന്ന് എഴുതണം. സച്ച് ദാറ്റ് കണ്ടീഷൻ എക്സ് എലമെന്റ് ഓഫ് എക്സ് ആൻഡ് നോം എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1. പിന്നെ ഈ എക്സ് ഡാഷ് എന്ന് പറയുന്നത് ഒരു ബനാക് സ്പേസ് ആണെന്നുള്ളത് നമ്മൾ പഠിച്ചതാ. കാരണം കെ എന്ന് പറയുന്നത് ഫൈനൈറ്റ് ഡയമെൻഷനിലാണ്. എക്സിൽ നിന്ന് കെയിലേക്കുള്ള മാപ്പിങ്ങുകളുടെ കളക്ഷൻ ആണ് എക്സ് ഡാഷ് അല്ലെങ്കിൽ ബി എൽ ഓഫ് എക്സ് കോമ കെ എന്ന് പറയുന്നത്. ബി എൽ ഓഫ് എക്സ് വൈ എന്ന് പറയുന്നത് ബനാക്ക് ആയിരിക്കും. വൈ ബനാക്ക് ആണെങ്കിലും നമ്മൾ പഠിച്ചതാണ്. ഇപ്പൊ കെ ബനാക്ക് ആയതുകൊണ്ട് ഫൈനൈറ്റ് ഡയമെൻഷനലായ സ്പേസുകളെല്ലാം ബനാക്കാണ്, ആയതുകൊണ്ട് കെ ബനാക്ക് സ്പേസ് ആണ്. കെ ബനാക്ക് സ്പേസ് ആയതുകൊണ്ട് എക്സ് ഡാഷ് എന്ന് പറയുന്നത് എല്ലായ്പ്പോഴും ബനാക്ക് സ്പേസ് ആയിരിക്കും. ഏത് നോംഡ് സ്പേസിന്റെയും ഡ്യുവൽ സ്പേസ് ബനാക്ക് സ്പേസ് ആയിരിക്കും. അപ്പൊ ഈ ഡ്യുവൽ സ്പേസുമായി ബന്ധപ്പെട്ട ചില തിയറംസ് ആണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് തിയറം 13.1a. അതെന്താണ് സ്റ്റേറ്റ് ചെയ്യുന്നത്? ലെറ്റ് എക്സ് ബി എ നോംഡ് സ്പേസ്. ലെറ്റ് എക്സ് നോട്ട് ബി എ ഡെൻസ് സബ്സ്പേസ് ഓഫ് എക്സ്. For x dash element of capital X dash, let f of x dash denote the restriction of x dash to x naught. Then the map f is a linear isometry from x dash on to x naught dash. x ഡാഷിൽ നിന്ന് എക്സ് നോട്ട് ഡാഷിലേക്ക്, അതായത് എക്സ് ഡാഷ് എന്ന് പറഞ്ഞാൽ സ്പേസിന്റെ ഡ്യുവല്, എക്സ് നോട്ട് ഡാഷ് എന്ന് പറഞ്ഞാൽ അതിന്റെ ഡെൻസ് സബ്സ്പേസിന്റെ ഡ്യുവല്. ഒരു സ്പേസിന്റെ ഡ്യുവലും അതിന്റെ ഡെൻസ് സബ്സ്പേസിന്റെ ഡ്യുവലും എല്ലായ്പ്പോഴും ഐസോമെട്രിക് ആയിരിക്കുമെന്ന, ലീനിയർലി ഐസോമെട്രിക് ആയിരിക്കുമെന്നാണ് ഈ തിയറം പറയുന്നത്. ഒരു സ്പേസിൽ നിന്ന് മറ്റൊരു സ്പേസിലേക്ക് ഒരു ലിനിയർ ഐസോമെട്രി സർജക്റ്റീവ് ആയിട്ടുണ്ടെങ്കിൽ, ഓൺ ടു ആകത്തക്ക രീതിയിൽ ഉണ്ടെങ്കിൽ, അപ്പോൾ ആ സ്പേസുകൾ ലിനിയർലി ഐസോമെട്രിക് ആണെന്ന് പറയും. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഈ തിയറം പറയുന്നത് ഒരു നോംഡ് സ്പേസും ഒരു നോംഡ് സ്പേസിന്റെ ഡ്യുവല് അതിന്റെ ഒരു ഡെൻസ് സബ്സ്പേസിന്റെ ഡ്യുവലിനോട് ലിനിയർലി ഐസോമെട്രിക് ആയിരിക്കും എന്നുള്ളതാണ്. നമുക്ക് എന്റെ പ്രൂഫ് നോക്കാം. ഇവിടെ എക്സ് എന്ന് പറയുന്ന സ്പേസ്, ഇതിന്റെ ഒരു ഡെൻസ് സബ്സ്പേസ് ആണ് എക്സ് നോട്ട് എന്ന് വെച്ചാൽ എക്സ് നോട്ടിന്റെ ക്ലോഷർ എടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? എക്സ് കിട്ടും. അങ്ങനെയുള്ളൊരു സബ്സ്പേസ് ആണ്. എക്സ് നോട്ടിൽ നിന്ന് കെയിലേക്കുള്ളൊരു മാപ്പിംഗ് നമ്മൾ ഡിഫൈൻ ചെയ്യും. എഫ് ഓഫ് എക്സ് ഡാഷ് എന്ന് പറയുന്ന ഒരു മാപ്പിംഗ്. എഫ് ഓഫ് എക്സ് ഡാഷ് എന്ന് പറഞ്ഞാൽ മാപ്പിംഗ് ആണ്. അത് എക്സ് നോട്ടിൽ നിന്ന് കെയിലേക്കാണ് ഡിഫൈൻ ചെയ്യുന്നത്. എക്സ് നോട്ടിൽ നിന്ന് കെയിലേക്ക്, എക്സ് നോട്ടിലെ എലമെന്റുകൾ എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും എക്സിലെ എലമെന്റുകളുമാണല്ലോ. എക്സിൽ നിന്ന് കെയിലേക്കുള്ള കണ്ടിന്യൂസ് ലീനിയർ മാപ്പുകളുടെ കളക്ഷനാണ് എക്സ് ഡാഷ് എന്ന് പറയുന്നത്. അപ്പൊ എക്സിൽ നിന്ന് കെയിലേക്കുള്ള മാപ്പിങ്ങുകൾ, കണ്ടിന്യൂസ് ലീനിയർ മാപ്പിങ്ങുകളെ നമ്മൾ സ്മോൾ എക്സ് ഡാഷ് എന്ന് ഡിനോട്ട് ചെയ്യുക. ആ സ്മോൾ എക്സ് ഡാഷിനെ നമ്മൾ ഈ എക്സ് നോട്ടിലേക്ക് റെസ്ട്രിക്ട് ചെയ്യുമ്പോൾ, സ്മോൾ എക്സ് ഡാഷിനെ
എക്സ് നോട്ടിലേക്ക് ഈ സ്പേസിലേക്ക് സബ് സ്പേസിലേക്ക് റെസ്ട്രിക്ട് ചെയ്യുമ്പോൾ കിട്ടുന്ന മാപ്പിംഗ് എക്സ് ഡാഷ് തന്നെയാണ്, അതിനെ നമ്മൾ ഡൊമൈൻ എക്സ് നോട്ടാക്കി മാറ്റുന്നു. ആ മാപ്പിങ്ങിനെ നമ്മൾ കൊടുത്തേക്കുന്ന പേരാണ് എന്ത്? എഫ് ഓഫ് എക്സ് ഡാഷ് എന്ന് പറയുന്നത്. സോ എഫ് ഓഫ് എക്സ് ഡാഷ് എന്ന് പറയുന്നത് എക്സ് ഡാഷ് റെസ്ട്രിക്റ്റഡ് ടു എക്സ് നോട്ട് ആണ്. ഡിഫൈൻ capital F by f of x dash is equal to x dash restricted to x naught. അപ്പൊ ഇത് എക്സ് ഡാഷ് തന്നെയായി എഫ് ഓഫ് എക്സ് ഡാഷ്, പക്ഷെ ഡൊമൈൻ എക്സ് നോട്ടാണ്. എക്സ് ഡാഷ് കണ്ടിന്യൂസും ലിനിയാറുമാണ്. ആയതുകൊണ്ട് എക്സ് ഡാഷ് എന്ന് പറയുന്നത് നമ്മൾ ഫോർ എക്സ് ഡാഷ് എലമെന്റ് ഓഫ് ക്യാപിറ്റൽ എക്സ് ഡാഷ് എടുത്തിട്ടാണ് നമ്മൾ ഈ ക്യാപിറ്റൽ എഫ് ഇങ്ങനെ ഡിഫൈൻ ചെയ്ത് വെച്ചേക്കുന്നത്. ക്യാപിറ്റൽ എഫ് ഓഫ് എക്സ് ഡാഷ് ഈസ് ഈക്വൽ ടു എക്സ് ഡാഷ് റെസ്ട്രിക്റ്റഡ് ടു എക്സ് നോട്ട് എന്ന്. നമ്മളുടെ സ്മോൾ എക്സ് ഡാഷ് എന്ന് പറയുന്നത് കണ്ടിന്യൂസും ലിനിയാറും ആയതുകൊണ്ട് അതിന്റെ റെസ്ട്രിക്ഷൻ ആയ ക്യാപിറ്റൽ എഫ് ഓഫ് എക്സ് ഡാഷ് എന്ന് പറയുന്നതും കണ്ടിന്യൂസും ലിനിയാറും ആയിരിക്കും. ആൻഡ് ഇറ്റ് ഈസ് എ മാപ്പിംഗ് ഫ്രം എവിടെ നിന്ന് എങ്ങോട്ടാ? എക്സ് നോട്ട് ടു കെ. എക്സിൽ നിന്ന് കെയിലേക്ക് എന്നതിന് പകരം റെസ്ട്രിക്ഷൻ ആയതുകൊണ്ട് എക്സ് നോട്ടിൽ നിന്ന് കെയിലേക്കായി. അപ്പൊ ആയതുകൊണ്ട് എഫ് ഓഫ് എക്സ് ഡാഷ് എന്ന് പറയുന്നത് എക്സ് നോട്ടിൽ നിന്ന് കെയിലേക്കുള്ള കണ്ടിന്യൂസ് ലീനിയർ മാപ്പാണ് എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് ആൻ എലമെന്റ് ഓഫ് എക്സ് നോട്ട് ഡാഷ്. എക്സ് നോട്ടിന്റെ ഡ്യുവലിലെ എലമെന്റ് ആയിരിക്കും എഫ് ഓഫ് എക്സ് ഡാഷ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മളിവിടെ എഫ് എന്ന് പറയുന്ന മാപ്പിംഗ് അപ്പോൾ എങ്ങനെയാണ് ഡിഫൈൻ ചെയ്തേക്കുന്നത്? ക്യാപിറ്റൽ എക്സിൽ നിന്നും ഒരു എക്സ് ഡാഷ് എടുത്തു, എന്നിട്ട് അതിന്റെ ഇമേജ് ആയിട്ട്, അതിന്റെ എഫ് ഇമേജ് ആയിട്ട് എക്സ് നോട്ട് ഡാഷിലെ ഒരു എലമെന്റ് ആണ് വരുന്നത്. എക്സ് നോട്ട് ഡാഷിലെ ഏത് എലമെന്റ്? എഫ് ഓഫ് എക്സ് ഡാഷ് എന്ന് പറയുന്ന എലമെന്റ്. അതിന്റെ നൊട്ടേഷൻ എഫ് ഓഫ് എക്സ് ഡാഷ് എന്നാണ്. അപ്പൊ ഈ എഫ് എന്ന് പറയുന്ന മാപ്പിംഗ് എക്സ് ഡാഷുകളെ എക്സ് നോട്ട് ഡാഷിലെ ഒരു എലമെന്റ് ആയ എഫ് ഓഫ് എക്സ് ഡാഷിലേക്കാണ് മാപ്പ് ചെയ്യുന്നത്. അപ്പോൾ എഫ് ഈസ് എ മാപ്പിംഗ് ഫ്രം എക്സ് ടു എക്സ് അല്ല, എക്സ് ഡാഷ് ടു. എഫ് ഈസ് എ മാപ്പിംഗ് ഫ്രം എക്സ് ഡാഷ്. എക്സ് ഡാഷിലെ എലമെന്റ് ആണ് സ്മോൾ എക്സ് ഡാഷ്. സോ എഫ് ഈസ് എ മാപ്പിംഗ് ഫ്രം എക്സ് ഡാഷ് ടു എക്സ് നോട്ട് ഡാഷ്. എക്സ് ഡാഷിൽ നിന്ന് എക്സ് നോട്ട് ഡാഷിലേക്കുള്ള മാപ്പിംഗ് ആണ് എഫ്. ഇത് ലിനിയർ ആണെന്നും ഐസോമെട്രി ആണെന്നും, അതായത് നോൺ പ്രിസർവ് ചെയ്യുന്ന മാപ്പിംഗ് ആണെന്നും സർജക്റ്റീവ് ആണ്, ഓൺ ടു ആണെന്നും പ്രൂവ് ചെയ്യണം. അപ്പോൾ ഈ രണ്ട് സ്പേസുകളും ഐസോമെട്രിക് ആണെന്ന് പറയാം. എക്സ് ഡാഷ് എന്ന ഡ്യുവൽ സ്പേസും സബ് സ്പേസിന്റെ ഡ്യുവലായ എക്സ് നോട്ട് ഡാഷും ലീനിയർലി ഐസോമെട്രിക് എന്ന് പറയാം. മൂന്ന് കാര്യങ്ങൾ നമുക്ക് പ്രൂവ് ചെയ്യണം. എഫ് ലീനിയർ ആണ്, ഐസോമെട്രി ആണ്, സർജക്റ്റീവ് ആണ്. ഈ മൂന്ന് കാര്യങ്ങളാണ് പ്രൂവ് ചെയ്യേണ്ടത്. ആദ്യം നമുക്ക് എഫ് ലീനിയർ ആണെന്ന് പ്രൂവ് ചെയ്യാം. ടു പ്രൂവ് ദാറ്റ് എഫ് ഈസ് ലീനിയർ, എഫ് ലീനിയർ ആണെന്ന് കാണിക്കണമെങ്കിൽ എന്ത് കാണിക്കണം? എഫിന്റെ ഡൊമൈൻ എന്ന് പറയുന്നത് എക്സ് ഡാഷ് ആണ്. എക്സ് ഡാഷിൽ നമ്മൾ രണ്ട് എലമെന്റുകൾ, രണ്ട് വെക്ടേഴ്സ് എടുക്കുക, രണ്ട് മാപ്പിങ്ങുകൾ, ഫംഗ്ഷനുകൾ എടുക്കുക. ഡ്യുവൽ സ്പേസ് ലെറ്റ് x1 ഡാഷ് കോമ x2 ഡാഷ് എലമെന്റ് ഓഫ് എക്സ് ഡാഷ്. ആൻഡ് സ്കെയിലേഴ്സ് ചൂസ് ചെയ്യുക, k1 കോമ k2 എലമെന്റ് ഓഫ് k. ദെൻ എന്ത് പ്രൂവ് ചെയ്യണം? വി ഹാവ് ടു പ്രൂവ് ദാറ്റ് ക്യാപിറ്റൽ എഫ് ഓഫ് k1 x1 dash plus k2 x2 dash is equal to k1 into f of x1 dash plus k2 into f of x2 dash എന്ന് പ്രൂവ് ചെയ്യണം. അപ്പൊ ഇത് പ്രൂവ് ചെയ്യണമെങ്കിൽ എഫ് ഓഫ് എക്സ് ഡാഷ് എന്ന് പറയുന്നത് തന്നെ ഒരു ഫംഗ്ഷനാണ്. രണ്ട് ഫംഗ്ഷനുകളുടെ കോമ്പോസിഷനാണ് ശരിക്കും ഇത്. എഫ് കോമ്പോസിഷൻ എക്സ് ഡാഷ് എന്നതാണ്. അപ്പോൾ ഇവിടെ ഈ ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും ഫംഗ്ഷനുകളാണ്. ഈ രണ്ട് ഫംഗ്ഷനുകൾ ഈക്വൽ ആണെന്ന് പ്രൂവ് ചെയ്യണമെങ്കിൽ അവരുടെ വാല്യൂസ് അറ്റ് ഈച്ച് പോയിന്റ് ഈക്വൽ ആണെന്ന് കാണിക്കണം. അവരുടെ ഡൊമൈനിൽ നിന്നും എടുക്കുന്ന ഓരോ പോയിന്റിലും അവരുടെ വാല്യൂസ് ഈക്വൽ ആണെന്ന് കാണിക്കണം. നമ്മളുടെ ഈ എഫ് ഓഫ് എക്സ് ഡാഷിന്റെ ഡൊമൈൻ എന്ന് പറയുന്നത്, എഫ് ഓഫ് എക്സ് ഡാഷ് എന്ന ഫംഗ്ഷന്റെ ഡൊമൈൻ എന്ന് പറയുന്നത് എക്സ് നോട്ട് ആണ്. എക്സ് നോട്ട് ടു കെ ആണ് ഈ ഫംഗ്ഷൻ. അപ്പൊ എക്സ് നോട്ടിൽ നമ്മളൊരു സ്മോൾ എക്സ് നോട്ട് എടുക്കുക. ആ സ്മോൾ എക്സ് നോട്ടിൽ ഈ ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും സെയിം ആണ് കാണിക്കുക. ലെറ്റ് സ്മോൾ എക്സ് നോട്ട് എലമെന്റ് ഓഫ് ക്യാപിറ്റൽ എക്സ് നോട്ട്, then capital F of k1 x1 dash plus k2 x2 dash of x naught is equal to x naught എന്ന് പറയുന്നത് ക്യാപിറ്റൽ എക്സ് നോട്ടിലെ എലമെന്റ് ആണ്. ക്യാപ് എക്സ് നോട്ടിലേക്ക് സ്മോൾ എക്സ് ഡാഷിന്
ഉള്ള റെസ്ട്രിക്ഷന്റെ പേരാണ് ക്യാപിറ്റൽ എഫ് ഓഫ് എക്സ് ഡാഷ്. അപ്പൊ ക്യാപിറ്റൽ എഫ് ഓഫ് ഏത് ഫംഗ്ഷണലിനകത്ത് വന്നാലും ആ ഫംഗ്ഷണലിന് എക്സ് നോട്ടിലേക്കുള്ള റെസ്ട്രിക്ഷൻ എന്നാണ് അർത്ഥം. അപ്പൊ എക്സ് നോട്ടിലെ പോയിന്റുകളിൽ ഇവർ രണ്ടും ഈക്വലാണ്. എഫ് ഓഫ് എക്സ് ഡാഷ് ഓഫ് എക്സ് നോട്ട് എന്ന് പറയുന്നതും സ്മോൾ എക്സ് ഡാഷ് ഓഫ് എക്സ് നോട്ട് എന്ന് പറയുന്നതും സെയിം ആണ്. എഫ് ഈസ് ഈക്വൽ ടു ജി റെസ്ട്രിക്റ്റഡ് ടു എക്സ് നോട്ട് എന്ന് പറഞ്ഞ അർത്ഥം അതാണല്ലോ. എഫ് ഓഫ് എക്സ് നോട്ട് ഈക്വൽസ് ജി ഓഫ് എക്സ് നോട്ട് ഫോർ ഓൾ എക്സ് നോട്ട് എലമെന്റ് ഓഫ് ക്യാപിറ്റൽ എക്സ് നോട്ട് എന്നാണ് മീനിങ്. അപ്പോൾ നമുക്ക് ഇതിനെ ഇങ്ങനെ എഴുതാം. ദിസ് ഈസ് ഈക്വൽ ടു എക്സ് ഡാഷ് ഓഫ് എക്സ് നോട്ട്, ഇവിടെ എക്സ് ഡാഷ് ആയി നിൽക്കുന്ന ഇയാളാണ്, k1 x1 ഡാഷ് പ്ലസ് k2 x2 ഡാഷ് ഓഫ് എക്സ് നോട്ട് എന്ന് എഴുതാം. ഇനി നമുക്കത് എക്സ്പാൻഡ് ചെയ്യാം ഫംഗ്ഷന്റെ പ്രോപ്പർട്ടി ഉപയോഗിച്ചുകൊണ്ട്. എഫ് പ്ലസ് ജി ഓഫ് എക്സ് നോട്ട് എന്ന് പറഞ്ഞാൽ എഫ് ഓഫ് എക്സ് നോട്ട് പ്ലസ് ജി ഓഫ് എക്സ് നോട്ടാ. കെ എഫ് ഓഫ് എക്സ് നോട്ട് എന്ന് പറഞ്ഞാൽ കെ ഇൻറ്റു എഫ് ഓഫ് എക്സ് നോട്ട് ആണ്. ഈ പ്രോപ്പർട്ടീസ് വെച്ച് നമുക്ക് ഇതിനെ സ്പ്ലിറ്റ് ചെയ്യാം. k1 ഇൻറ്റു x1 ഡാഷ് ഓഫ് എക്സ് നോട്ട് പ്ലസ് k2 ഇൻറ്റു x2 ഡാഷ് ഓഫ് എക്സ് നോട്ട്. ഇനി തിരിച്ചെഴുതാം നമുക്കിതിനെ. k1 ഇൻറ്റു തിരിച്ച് വീണ്ടും ക്യാപിറ്റൽ എഫ് നൊട്ടേഷനിലേക്ക് മാറ്റാം. x1 ഡാഷ് ഓഫ് എക്സ് നോട്ടിനെ ക്യാപിറ്റൽ എഫ് ഓഫ് x1 ഡാഷ് ഓഫ് എക്സ് നോട്ട് എന്ന് എഴുതാം പ്ലസ് k2 ഇൻറ്റു x2 ഡാഷ് ഓഫ് എക്സ് നോട്ട്. x2 ഡാഷ് ഓഫ് എക്സ് നോട്ട് എന്നതിനെ ക്യാപിറ്റൽ എഫ് x2 ഡാഷ് ഓഫ് എക്സ് നോട്ട് എന്ന് എഴുതാം. ഇനി നമുക്ക് ആ എക്സ് നോട്ട് വീണ്ടും നമ്മൾ ഫംഗ്ഷന്റെ പ്രോപ്പർട്ടി ഉപയോഗിച്ചു, ഫംഗ്ഷന്റെ അഡീഷന്റെയും സ്കെയിലർ മൾട്ടിപ്ലിക്കേഷന്റെയും പ്രോപ്പർട്ടി ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എക്സ് നോട്ടിനെ കോമൺ ആയിട്ട് മാറ്റാം. k1 ഇൻറ്റു എഫ് ഓഫ് x1 ഡാഷ് പ്ലസ് k2 ഇൻറ്റു എഫ് ഓഫ് x2 ഡാഷ് ദ ഹോൾ ഇൻറ്റു എന്നല്ല വായിക്കേണ്ടത്, ഓഫ് എന്നാണ് വായിക്കേണ്ടത്, ഓഫ് എക്സ് നോട്ട്. ദിസ് ഈസ് ട്രൂ ഫോർ എവരി എക്സ് നോട്ട് ഇൻ ക്യാപിറ്റൽ എക്സ് നോട്ട്. ഇപ്പോൾ രണ്ട് സൈഡിൽ നമുക്ക് എക്സ് നോട്ട് ഒഴിവാക്കിക്കൊണ്ട് പറയാം. എഫ് ഓഫ് എക്സ് നോട്ട് ഈക്വൽസ് ജി ഓഫ് എക്സ് നോട്ട് ഫോർ ഓൾ എക്സ് നോട്ട് എന്ന് കിട്ടിയാൽ എഫ് ഈക്വൽസ് ജി എന്ന് പറയാം. ദിസ് ഇംപ്ലൈസ് ക്യാപിറ്റൽ എഫ് ഓഫ് k1 x1 ഡാഷ് പ്ലസ് k2 x2 ഡാഷ് is equal to k1 into f of x1 dash plus k2 into f of x2 dash. Thus, f is linear. നെക്സ്റ്റ് നമുക്ക് എഫ് ഒരു ഐസോമെട്രി ആണെന്ന് പ്രൂവ് ചെയ്യണം. ഐസോമെട്രി ആണെന്ന് പ്രൂവ് ചെയ്യുന്നതിൽ നിന്ന് തന്നെ കണ്ടിന്യൂറ്റി ഫോളോ ചെയ്യും, കണ്ടിന്യൂസും ആയിരിക്കും. To prove that f is an isometry, അതിനെന്ത് പ്രൂവ് ചെയ്യണം? എഫ് നോം പ്രിസർവിങ് മാപ്പിംഗ് ആണെന്ന് പ്രൂവ് ചെയ്യണം. എഫ് ഓഫ് എക്സ് ഡാഷിന്റെ നോമും എക്സ് ഡാഷിന്റെ നോമും ഈക്വൽ ആണെന്ന് കാണിക്കണം ഫോർ ഓൾ എക്സ് ഡാഷ് ഇൻ ഇറ്റ്സ് ഡൊമൈൻ. ക്യാപിറ്റൽ എഫിന്റെ ഡൊമൈൻ ക്യാപിറ്റൽ എക്സ് ഡാഷ്. ക്യാപിറ്റൽ എക്സ് ഡാഷിൽ നിന്ന് എക്സ് നോട്ട് ഡാഷിലേക്കാണ് എഫ് എന്ന മാപ്പിംഗ്. അടുത്തത് നമ്മൾ ഇതാണ് പ്രൂവ് ചെയ്യേണ്ടത്. എഫ് ഓഫ് നോം ഓഫ് എഫ് ഓഫ് എക്സ് ഡാഷ് ഇസ് ഈക്വൽ ടു നോം ഓഫ് എക്സ് ഡാഷ് എന്ന് പ്രൂവ് ചെയ്യണം ഫോർ എവരി എക്സ് ഡാഷ്. രണ്ട് ഇൻഇക്വാലിറ്റി ആയിട്ട് നമുക്ക് പ്രൂവ് ചെയ്യാം. ഫോർ എക്സ് ഡാഷ് ഇൻ ക്യാപിറ്റൽ എക്സ് ഡാഷ് കൺസിഡർ ദിസ് നോം ഓഫ് എഫ് ഓഫ് എക്സ് ഡാഷ്. നമ്മൾ എങ്ങനെയാണ് നോം ഓഫ് എഫ് ഓഫ് എക്സ് ഡാഷ് ഡിഫൈൻ ചെയ്തത്? ദിസ് ഈസ് ഡിഫൈൻഡ് ആസ് എക്സ് ഡാഷ് റെസ്ട്രിക്റ്റഡ് ടു എക്സ് നോട്ട്. നമുക്കറിയാം ഒരു ഫംഗ്ഷന്റെ റെസ്ട്രിക്ഷന്റെ നോം ആ ഫംഗ്ഷന്റെ നോമിനേക്കാൾ ചെറുതോ തുല്യമോ ആയിരിക്കും. ദിസ് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു നോം ഓഫ് എക്സ് ഡാഷ്. ഇവിടുന്ന് തന്നെ കണ്ടിന്യൂറ്റി ആയി. ഇത്രയും പറയുമ്പോൾ തന്നെ നമ്മൾ ആ ഫംഗ്ഷൻ എഫ് എന്ന് പറയുന്ന ഫംഗ്ഷൻ ബൗണ്ടഡ് ലീനിയർ മാപ്പായി. ലീനിയർ ആണെന്ന് ഓൾറെഡി നമ്മൾ കാണിച്ചു. ഇങ്ങനെ കിട്ടി നോം ഓഫ് എഫ് ഓഫ് എക്സ് ഡാഷ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു സം ആൽഫ ഇൻറ്റു നോം ഓഫ് എക്സ് ഡാഷ്. അവിടെ ആൽഫ ആയിട്ട് 1 ആണ് വരുന്നത്. ദിസ് ഈസ് ട്രൂ ഫോർ ഓൾ എക്സ് ഡാഷ് ഇൻ ക്യാപിറ്റൽ എക്സ് ഡാഷ്. ലെറ്റ് ദിസ് ബി ഇൻഇക്വാലിറ്റി 1. ഇവിടെ വെച്ച് നിങ്ങൾക്ക് പറയാം എഫ് ഈസ് കണ്ടിന്യൂസ്. നമുക്ക് അതിവിടെ എടുത്ത് പറയേണ്ട കാര്യമില്ല, ഐസോമെട്രി എന്നാണ് നമ്മൾ പ്രൂവ് ചെയ്യാൻ പോകുന്നത്. അടുത്ത ഇതിന്റെ റിവേഴ്സ് ഇൻഇക്വാലിറ്റി പ്രൂവ് ചെയ്യാം. അതിനുവേണ്ടി ടു പ്രൂവ് ദ റിവേഴ്സ് ഇൻഇക്വാലിറ്റി കൺസിഡർ
എക്സ് എലമെന്റ് ഓഫ് ക്യാപിറ്റൽ എക്സ്. നമുക്കറിയാം ക്യാപിറ്റൽ എക്സ് എന്ന് പറയുന്നത് എക്സ് നോട്ടിന്റെ ക്ലോഷറിന് തുല്യമാണ്. കാരണം എക്സ് നോട്ട് ഡെൻസ് സബ്സ്പേസ് ആണ്. ഇവിടെയാണ് ആ ഡെൻസ്നെസ് ഉപയോഗിക്കാൻ പോകുന്നത്. സ്മോൾ എക്സ് എലമെന്റ് ഓഫ് ക്യാപിറ്റൽ എക്സ് എന്ന് വെച്ചാൽ എക്സ് നോട്ട് ക്ലോഷർ. അപ്പോൾ ഉടനെ നമുക്ക് ക്ലോഷറിന്റെ ക്യാരക്ടറൈസേഷൻ ഉപയോഗിക്കാം. ക്ലോഷർ ചെയ്യുന്ന ഒരു പോയിന്റ് എടുത്തു കഴിഞ്ഞാൽ അതിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന ഒരു സീക്വൻസ് ആ സെറ്റിനകത്ത് ഉണ്ടായിരിക്കും. എക്സ് നോട്ടിന്റെ ക്ലോഷർ ആണ്. അപ്പൊ എക്സ് നോട്ടിനകത്ത് ഒരു സീക്വൻസ് ഉണ്ടാവും എക്സിലേക്ക് കൺവേർട്ട് ചെയ്യുന്നത്. ദെൻ അങ്ങനെ ഒരു സീക്വൻസ് ചൂസ് ചെയ്യുക. there is some sequence xn എവിടെ in x naught such that xn converges to x. Then consider this modulus of x dash of x for any x dash element of capital X dash. ക്യാപിറ്റൽ എക്സിൽ നിന്ന് എനി എക്സ് ഡാഷ് എടുക്കുക. എന്നിട്ട് നമുക്ക് ആ ഈ നോം ആണല്ലോ, നോം ഓഫ് എഫ് ഓഫ് എക്സ് ഡാഷ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു നോം എക്സ് ഡാഷ് എന്നുള്ള റിവേഴ്സ് ഇനിക്വാലിറ്റി പ്രൂവ് ചെയ്യേണ്ടത്. അപ്പൊ നമുക്ക് ഈ നോം ആണ് ഇവാലുവേറ്റ് ചെയ്യേണ്ടത്. അപ്പൊ അത് കാൽക്കുലേറ്റ് ചെയ്യാൻ പോവാണ്. അപ്പൊ അതിനുവേണ്ടി മോഡുലസ് ഓഫ് എക്സ് ഡാഷ് ഓഫ് എക്സ് കൺസിഡർ ചെയ്യുക. മോഡുലസ് ഓഫ് എക്സ് ഡാഷ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു, നമുക്കറിയാമല്ലോ എക്സ് എൻ ടെൻസ് ടു എക്സ് ആണെങ്കിൽ ഉടനെ നമുക്ക് ഇതിൽ നിന്ന് പറയാമല്ലോ ദിസ് ഇംപ്ലൈസ് എക്സ് ഡാഷ് ഓഫ് എക്സ് എൻ converges to x dash of x, sequential criterion of continuity. x dash എന്ന് പറഞ്ഞാൽ കണ്ടിന്യൂസ് ആണല്ലോ. അപ്പൊ അതിന്റെ സീക്വൻഷ്യൽ ക്രൈറ്റീരിയൻ വെച്ച് x dash of x n converges to x dash of x എന്ന് എഴുതാം. അപ്പൊ x dash of x എന്ന് പറയുന്നത് x dash of x ന്റെ ലിമിറ്റ് ആണ്. അപ്പോൾ ഇങ്ങനെ എഴുതാം, മോഡുലസ് ലിമിറ്റ് x dash of x n എന്ന് എഴുതാം. ഈ x n-കളെല്ലാം x നോട്ടിലേതാ. ഈ എക്സ് എന്നുകളെല്ലാം എക്സ് നോട്ടിലേതാണ്. എക്സ് നോട്ടിലെ എലമെന്റുകളിൽ എക്സ് ഡാഷ് എന്ന് പറയുന്നതും എഫ് ഓഫ് എക്സ് ഡാഷ് എന്ന് പറയുന്നതും ഒന്ന് തന്നെയാണ്. എഫ് ഓഫ് എക്സ് ഡാഷിന് എക്സ് നോട്ടിലേക്കുള്ള എഫ് ഓഫ് എക്സ് ഡാഷ് എന്ന് പറയുന്നത് എക്സ് നോട്ടിലേക്ക് എക്സ് ഡാഷിന്റെ റെസ്ട്രിക്ഷൻ ആണ്. അപ്പൊ എക്സ് നോട്ടിലെ എലമെന്റുകളിലേക്ക് നമ്മൾ നോക്കുമ്പോൾ ഇവർ രണ്ടും ഒന്ന് തന്നെയാണ്. എക്സ് ഡാഷ് എന്നുള്ളത് മാറ്റി നമുക്ക് എഫ് ഓഫ് എക്സ് ഡാഷ് എന്ന് എഴുതാം. അപ്പോൾ മോഡുലസ് ലിമിറ്റ് ക്യാപിറ്റൽ എഫ് ഓഫ് എക്സ് ഡാഷ് ഓഫ് എക്സ് എൻ എന്ന് എഴുതാം. ആ ക്യാപിറ്റൽ എഫ് ഓഫ് എക്സ് ഡാഷ് എന്നുള്ള ഒരു ഫംഗ്ഷൻ ആയിട്ടാണ് കാണേണ്ടത്, ഒരു സ്മോൾ എഫ് ആയിട്ടാണ് കാണേണ്ടത്. ഇവിടെ നമുക്ക് ഈ സ്മോൾ എഫ് ഓഫ് എക്സ് എൻ ഇതിന്റെ മോഡുലസിനെ നമുക്ക് ലെസ് ദാൻ ഓർ ഈക്വൽ ടു നോം എഫ് ഇൻറ്റു നോം എക്സ് എൻ എന്ന് എഴുതാമല്ലോ. എഫ് കണ്ടിന്യൂസ് ആണെങ്കിൽ, എഫ് ബൗണ്ടറി ലീനിയർ മാപ്പ് ആണെങ്കിൽ. അതിന് മുമ്പ് ലിമിറ്റ് നമുക്ക് മോഡുലസിന് പുറത്തെടുക്കാം. ദിസ് ഈസ് ഈക്വൽ ടു ലിമിറ്റ് മോഡുലസ് എഫ് ഓഫ് എക്സ് ഡാഷ് ഓഫ് എക്സ് എൻ. ഇവിടെയൊക്കെ മോഡുലസ് ആണ്, നോം അല്ല, മോഡുലസ്. അവിടേക്ക് നമുക്ക് ഈ പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യാം. നമ്മളുടെ ഈ എഫ് ഓഫ് എക്സ് ഡാഷ് എന്ന് പറയുന്നത് കണ്ടിന്യൂസ് മാപ്പാണ്. നമ്മൾ പറഞ്ഞു എഫ് ഓഫ് എക്സ് ഡാഷ് എലമെന്റ് ഓഫ് എക്സ് നോട്ട് ഡാഷ് ആണ്. എഫ് ഓഫ് എക്സ് ഡാഷ് എന്ന് പറയുന്നത് എക്സ് ഡാഷ് തന്നെയാണ്, എക്സ് നോട്ടിലേക്കുള്ള റെസ്ട്രിക്ഷൻ ആണ്. എഫ് ഓഫ് എക്സ് ഡാഷ് എന്ന് പറയുന്നതും കണ്ടിന്യൂസ് ലീനിയർ മാപ്പാണ്. അപ്പൊ നമുക്ക് ഈ പ്രോപ്പർട്ടി ഉപയോഗിക്കാം. സോ ദിസ് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ലിമിറ്റ് നോം ഓഫ് എഫ് ഓഫ് എക്സ് ഡാഷ് ഇൻറ്റു നോം ഓഫ് എക്സ് എൻ എന്ന് എഴുതാം. ഇത് ലിമിറ്റ് എന്ന് പറയുന്നത് ആ സെന്റൻസ് ടു ഇൻഫിനിറ്റിയാണ്. അപ്പൊ ഇതിനകത്ത് n ഇൻഡിപെൻഡന്റ് ആയി നോം, അത് നമുക്ക് ലിമിറ്റിന്റെ പുറത്തേക്ക് എടുക്കാം. ദിസ് ഈസ് ഈക്വൽ ടു നോം ഓഫ് എഫ് ഓഫ് എക്സ് ഡാഷ് ഇൻറ്റു ലിമിറ്റ് ആ സെന്റൻസ് ടു ഇൻഫിനിറ്റി നോം ഓഫ് എക്സ് എൻ. എക്സ് എൻ എന്ന് പറയുന്നത് കൺവേർജസ് ടു എക്സ് ആണ്. ആയതുകൊണ്ട് നോം ഓഫ് എക്സ് എൻ എന്ന് പറയുന്നത് കൺവേർജസ് ടു നോം ഓഫ് എക്സ് ആയിരിക്കും. അപ്പൊ നോം എക്സ് എന്നിന്റെ ലിമിറ്റിനെ നമുക്ക് നോം എക്സ് എന്ന് എഴുതാം. സോ ദിസ് ഈസ് ഈക്വൽ ടു നോം ഓഫ് എഫ് ഓഫ് എക്സ് ഡാഷ് ഇൻറ്റു നോം ഓഫ് എക്സ്. അപ്പൊ നമുക്ക് എന്താ തരത്തിൽ നമ്മൾ പ്രൂവ് ചെയ്തത്, ഏത് എക്സ് ഡാഷ് എടുത്താലും മോഡുലസ് ഓഫ് എക്സ് ഡാഷ് ഓഫ് എക്സ് നമ്മൾ എടുത്തെഴുതാം. മോഡുലസ് ഓഫ് എക്സ് ഡാഷ് ഓഫ് എക്സ് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു നോം ഓഫ് എഫ് ഓഫ് എക്സ് ഡാഷ് ഇൻറ്റു നോം ഓഫ് എക്സ് for all x element of capital X and for all x dash in capital X dash. Every x dash true
എവരി എക്സ് ഇൻ എക്സിനും ട്രൂ ആണ്. അപ്പൊ എവരി എക്സ് ഇൻ എക്സിന് ട്രൂ ആയതുകൊണ്ട് നമുക്ക് നോം എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽസ് 1 എന്ന കണ്ടീഷനിൽ രണ്ട് സൈഡിലും സുപ്രീമോ അപ്ലൈ ചെയ്യാമല്ലോ. അപ്പൊ നമുക്ക് ഇതിന്റെ നോം കിട്ടുമല്ലോ. സുപ്രീമം നോം ഡെഫിനിഷൻ വെച്ചിട്ട് നോം എക്സ് ഡാഷ് കിട്ടുമല്ലോ. ഇത് മോഡുലസ് ഓഫ് എക്സ് ഡാഷ് ഓഫ് എക്സ് ആ. അവരുടെ സുപ്രീമം ആണല്ലോ നോം എക്സ് ഡാഷ് എന്ന് പറയുന്നത്. സുപ്രീമം വിത്ത് കണ്ടീഷൻ നോം എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1. അപ്പൊ ഞാൻ ഇതിന്റെ രണ്ട് സൈഡിലും നോം എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 എന്ന കണ്ടീഷനിൽ സുപ്രീമം അപ്ലൈ ചെയ്യുന്നു. അപ്പൊ എന്റെ ലെഫ്റ്റ് സൈഡ് എന്ന് പറയുന്നത് എന്തായിട്ട് മാറും? നോം എക്സ് ഡാഷ് ആയിട്ട് മാറും. ഇസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു റൈറ്റ് സൈഡ് സുപ്രീമം എടുക്കുമ്പോൾ ഈ നോം എക്സ് 1 ആയി പോകും. നോം ഓഫ് എഫ് ഓഫ് എക്സ് ഡാഷ് എന്നും കിട്ടും. ദിസ് ഈസ് ട്രൂ ഫോർ എവരി എക്സ് ഡാഷ് ഇൻ ക്യാപിറ്റൽ എക്സ് ഡാഷ്. ഇനി എവരി എക്സ് ഇൻ എക്സ് പറയാനില്ല, അത് പോയി, അത് നമ്മൾ സുപ്രീമോ എടുത്തു. ദിസ് ഈസ് ഇൻഇക്വാളിറ്റി 2. ഇതിന്റെ റിവേഴ്സ് ഇൻഇക്വാളിറ്റി നമുക്ക് മുമ്പേ കിട്ടിയത്. ഇൻഇക്വാളിറ്റി 1ൽ നമ്മൾ പ്രൂവ് ചെയ്തത് നോം ഓഫ് എഫ് ഓഫ് എക്സ് ഡാഷ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു നോം ഓഫ് എക്സ് ഡാഷ് എന്ന. ഇപ്പൊ തിരിച്ചു കിട്ടി, നോം ഓഫ് എക്സ് ഡാഷ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു നോം ഓഫ് എഫ് ഓഫ് എക്സ് ഡാഷ് എന്ന് കിട്ടി. ദസ് ഫ്രം 1 and 2 നോം ഓഫ് എഫ് ഓഫ് എക്സ് ഡാഷ് is equal to norm of x dash for all x dash element of capital X dash. അതിൽ നിന്ന് എന്ത് മനസ്സിലാക്കാം? എഫ് ഈസ് എ ലീനിയർ ഐസോമെട്രിക്. ഇപ്പോഴും നമുക്ക് ഐസോമെട്രിക് എന്ന് പറയാറായിട്ടില്ല. ആ രണ്ട് സ്പേസുകളും ഐസോമെട്രിക് എന്ന് പറയണമെങ്കിൽ ഈ എഫ് എന്ന് പറയുന്നത് സർജക്റ്റീവ് ആണെന്നൂടെ പ്രൂവ് ചെയ്യാം. അടുത്തായിട്ട് നമുക്കത് ചെയ്യാം. ടു പ്രൂവ് ദാറ്റ് എഫ് ഈസ് സർജക്റ്റീവ്, അതിനെന്ത് ചെയ്യണം? നമ്മളുടെ എഫ് എന്ന മാപ്പിങ് എക്സ് ഡാഷിൽ നിന്ന് എക്സ് നോട്ട് ഡാഷിലേക്കാണ്. ഡൊമൈൻ എക്സ് ഡാഷും എക്സ് നോട്ട് ഡാഷ് കോഡൊമൈനുമാണ്. അപ്പൊ നമുക്കിത് ഓൺ ടു ആണെന്ന് കാണിക്കാൻ ഈ എക്സ് നോട്ട് ഡാഷിൽ നിന്ന് നമ്മളൊരു എലമെന്റ് എടുക്കണം. ക്യാപിറ്റൽ എക്സ് നോട്ട് ഡാഷിൽ നിന്ന് ഒരു സ്മോൾ എക്സ് നോട്ട് ഡാഷ് എടുക്കുക. എന്നിട്ട് അതിന് ഇപ്പുറത്ത് പ്രീ ഇമേജ് ഉണ്ടെന്ന് കാണിക്കുക. ക്യാപിറ്റൽ എക്സ് ഡാഷിനകത്ത് ഏതോ ഒരു സ്മോൾ എക്സ് ഡാഷ് ഉണ്ട്, സച്ച് ദാറ്റ് എഫ് ഓഫ് സ്മോൾ എക്സ് ഡാഷ് is equal to x naught dash എന്ന് പ്രൂവ് ചെയ്യണം. അപ്പോൾ നമുക്ക് ഓൺ ടു ആണെന്ന് പറയാം, സബ്ജക്റ്റീവ് ആണെന്ന് പറയാം. കോഡൊമൈനിൽ നിന്ന് ഒരു എലമെന്റ് എടുക്കുക, അതിന് പ്രീ ഇമേജ് ഉണ്ടെന്ന് കാണിക്കുക. അപ്പോൾ അവിടെ തുടങ്ങാൻ നമുക്ക്. ലെറ്റ് എക്സ് നോട്ട് ഡാഷ് എലമെന്റ് ഓഫ് ക്യാപിറ്റൽ എക്സ് നോട്ട് ഡാഷ്. എഫിന്റെ കോഡൊമൈൻ എക്സ് നോട്ട് ഡാഷ് ആണെന്ന് ഓർത്ത് വെക്കുക. എപ്പോഴും മനസ്സിലുണ്ടാവണം, ഡാഷിൽ നിന്ന് എക്സ് നോട്ട് ഡാഷിലേക്കുള്ള മാപ്പിംഗ് ആണ്. സോ ഫിക്സ് എക്സ് നോട്ട് ഡാഷ് ഇൻ ക്യാപിറ്റൽ എക്സ് നോട്ട് ഡാഷ്. ഈ ക്യാപിറ്റൽ എക്സ് നോട്ട് ഡാഷ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഇറ്റ് ഈസ് ബി എൽ ഓഫ് എക്സ് നോട്ട് കോമ കെ ആണ്. ഇവിടെ നമ്മൾ നേരത്തെ പഠിച്ചൊരു തിയറം അപ്ലൈ ചെയ്യാൻ പോവാണ്. തിയറം 8.3a. തിയറം 8.3a പാർട്ട് അപ്ലൈ ചെയ്യാൻ പോവുക. അതെന്താണ് പറയുന്നത്? തിയറം 8.3യുടെ എ പാർട്ട് തിയറം 8.3യുടെ എ പാർട്ട് പറയുന്നത് ലെറ്റ് എക്സ് ബി എ നോംഡ് സ്പേസ് ആൻഡ് വൈ ബി എ ബനാക് സ്പേസ്. എക്സ് നോംഡ് സ്പേസ്, വൈ ബനാക് സ്പേസ്. ലെറ്റ് എക്സ് നോട്ട് ബി എ ഡെൻസ് സബ്സ്പേസ് ഓഫ് എക്സ്. നമ്മുടെ ഈ തിയറത്തിലെ പോലെ എക്സ് നോട്ട് എന്ന് പറയുന്നത് ഡെൻസ് സബ്സ്പേസ് ഓഫ് എക്സ്. നമ്മുടെ തിയറത്തിലും അങ്ങനെ തന്നെയാണ്. എക്സ് നോട്ട് എന്ന് പറയുന്നത് എക്സിന്റെ ഡെൻസ് സബ്സ്പേസ് ആണ്. ആൻഡ് എഫ് നോട്ട് എലമെന്റ് ഓഫ് ബി എൽ ഓഫ് എക്സ് നോട്ട് വൈ. എഫ് നോട്ട് എന്ന് പറയുന്നത് ബി എൽ ഓഫ് എക്സ് നോട്ട് വൈയിലെ എലമെന്റ് ആണ്. ദെൻ ദർ ഈസ് എ യുണീക്ക് എഫ് ഇൻ ബി എൽ ഓഫ് എക്സ് വൈ. അതായത് ബി എൽ ഓഫ് എക്സ് നോട്ട് വൈയിലുള്ള ഫംഗ്ഷണലുകൾക്ക് ഒരു എക്സ്റ്റൻഷൻ ഉണ്ടാവും ബി എൽ ഓഫ് എക്സ് വൈയിലേക്ക്. എക്സ് നോട്ടിൽ നിന്ന് വൈയിലേക്കുള്ള ഫംഗ്ഷനായ എഫ് നോട്ടിന് ഒരു എക്സ്റ്റൻഷൻ എഫ് ഉണ്ടാവുമെന്ന് എക്സിൽ നിന്ന് വൈയിലേക്ക്, കണ്ടിന്യൂസ് ലീനിയർ ആയിട്ടുള്ള ഒരു എക്സ്റ്റൻഷൻ, സച്ച് ദാറ്റ് എഫ് റെസ്ട്രിക്റ്റഡ് ടു എക്സ് നോട്ട് ഇസ് ഈക്വൽ ടു എഫ് നോട്ട്. അപ്പോൾ എഫ് നോട്ടിന്റെ എക്സ്റ്റൻഷൻ എഫ് എന്ന് പറയുന്നത് അത് നോം പ്രിസർവിംഗും ആയിരിക്കും. നോം എഫ് ഇസ് ഈക്വൽ ടു നോം എഫ് നോട്ട് ആകത്തക്ക രീതി. ഇതാണ് നമ്മുടെ തിയറം 8.3a എന്ന് പറയുന്നത്. അപ്പോൾ ഇത് വാലിഡ് ആവാൻ എക്സ് നോട്ട് ഡെൻസ് സബ്സ്പേസ് ആവണം. എക്സ് നോട്ട് ഡെൻസ് സബ്സ്പേസ് ആണെങ്കിൽ എക്സ് നോട്ടിൽ നിന്നും വൈയിലേക്ക് നിങ്ങൾക്ക് ഒരു മാപ്പിംഗ് കിട്ടിയാൽ അതിനെ നിങ്ങൾക്ക് എക്സിൽ നിന്ന് വൈയിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്യാം, നോം പ്രിസർവ് ചെയ്തുകൊണ്ട്. അതാണ് തിയറം 8.3a പറയുന്നത്. അപ്പോൾ അത് നമ്മളിവിടെ അപ്ലൈ ചെയ്യാൻ പോവാണ്. എന്താണ് നമ്മൾ പറഞ്ഞു നിർത്തിയത്? നമ്മളുടെ ഈ എക്സ് നോട്ട് ഡാഷ് എന്ന് പറയുന്നത് എക്സ് നോട്ടിൽ നിന്ന് കെയിലേക്കുള്ള മാപ്പിംഗ് ആണ്. നമ്മൾ ആ തിയറത്തിൽ പറഞ്ഞ പോലെ എക്സ് നോട്ടിൽ നിന്ന് വൈയിലേക്ക് എന്ന് പറയുന്ന പോലെ ഇവിടെ എക്സ് നോട്ടിൽ നിന്ന് കെയിലേക്കുള്ള മാപ്പിംഗ് ആണ് എക്സ് നോട്ട് ഡാഷ്. കൂടാതെ നമ്മുടെ എക്സ് നോട്ട് എന്ന് പറയുന്നത് ഡെൻസ് ആണ്, ഡെൻസ് ഇൻ എക്സ്. അപ്പോൾ നമുക്ക് ഈ എക്സ് നോട്ട് ഡാഷിനെ എക്സ്റ്റെൻഡ് ചെയ്ത് ഒരു എക്സ് ഡാഷ് ഉണ്ടാക്കാം.
എവിടെ നിന്ന് അങ്ങോട്ട് എക്സിന്ന് കെയിലേക്ക്, എക്സ് നോട്ടിൽ നിന്ന് കെയിലേക്കുള്ള ഫംഗ്ഷനെ എക്സിന്ന് കെയിലേക്ക് നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യാം നോം പ്രിസർവ് ചെയ്തുകൊണ്ട്. അപ്പൊ തിയറം അപ്ലൈ ചെയ്യാൻ പോവാണ്. ദെൻ തിയറത്തിന്റെ സ്റ്റേറ്റ്മെന്റ് കൊടുക്കണം. ബൈ തിയറം 8.3 പാർട്ട് എ എന്ത് പറയാം, there is a unique x dash എവിടെ in BL of x, k. അതിന്റെ നൊട്ടേഷൻ ആണ് എക്സ് ഡാഷ്. അതുകൊണ്ടാണ് നമ്മൾ അതിനെ സ്മോൾ എക്സ് ഡാഷ് എന്ന് വിളിച്ചത്. ക്യാപിറ്റൽ എക്സ് ഡാഷിനകത്ത് നിന്ന് നമുക്ക് ഒരാളെ കിട്ടുന്നത് അയാളെ സ്മോൾ എക്സ് ഡാഷ് എന്ന് വിളിക്കാം. സോ there is a unique small x dash in capital X dash such that x dash restricted to x naught. നമ്മുടെ ക്യാപിറ്റൽ എഫ് റെസ്ട്രിക്റ്റഡ് ടു എക്സ് നോട്ട് എന്ന സ്റ്റേറ്റ്മെന്റിൽ അതിവിടെ എക്സ് ഡാഷ് റെസ്ട്രിക്റ്റഡ് ടു എക്സ് നോട്ട് ഇസ് ഈക്വൽ ടു ആരാവണം, എക്സ് നോട്ട് ഡാഷ്. ആൻഡ് നോം ഈക്വൽ ആയിരിക്കുകയും ചെയ്യും. അപ്പൊ നോമിന് നമുക്കിവിടെ പ്രാധാന്യമില്ല, നമുക്ക് ഇത് ഇത്രയും മതി. ഇതിൽ നിന്ന് എന്ത് പറയാം, ദാറ്റ് ഈസ് നമ്മളുടെ ഈ എക്സ് ഡാഷ് റെസ്ട്രിക്റ്റഡ് ടു എക്സ് നോട്ടിന്റെ നൊട്ടേഷൻ ആണല്ലോ ക്യാപിറ്റൽ എഫ് ഓഫ് എക്സ് ഡാഷ് എന്നുള്ളത്. അപ്പോൾ അതിനെ നമുക്ക് ക്യാപിറ്റൽ എഫ് ഓഫ് എക്സ് ഡാഷ് എന്ന് എഴുതാം ഇസ് ഈക്വൽ ടു എക്സ് നോട്ട് ഡാഷ്. നമ്മൾ തുടക്കത്തിൽ എന്താണോ പറഞ്ഞത് അതിലേക്ക് എത്തി. നമ്മൾ ഇവിടെ നിന്ന് ഒരു എക്സ് നോട്ട് ഡാഷ് എടുത്തപ്പോൾ ആ എക്സ് നോട്ട് ഡാഷിന് ഇപ്പുറത്തൊരു പ്രീ ഇമേജ് എക്സ് ഡാഷ് വേണം സച്ച് ദാറ്റ് എഫ് ഓഫ് എക്സ് ഡാഷ് ഇസ് ഈക്വൽ ടു എക്സ് നോട്ട് ഡാഷ് എന്നായിരുന്നു. ദേ അത് കിട്ടി. എഫ് ഓഫ് എക്സ് ഡാഷ് ഇസ് ഈക്വൽ ടു എക്സ് നോട്ട് ഡാഷ് ആകത്തക്ക രീതിയിൽ ഒരു എക്സ് ഡാഷ് ക്യാപിറ്റൽ എക്സ് ഡാഷിനകത്ത് നിന്ന് കിട്ടി. ക്യാപിറ്റൽ എക്സ് ഡാഷിനകത്ത് നിന്ന് നമുക്കൊരു സ്മോൾ എക്സ് ഡാഷ് കിട്ടി. ദസ് എഫ് ഈസ് സർജക്റ്റീവ് അല്ലെങ്കിൽ ഓൺ ടു. അപ്പം അങ്ങനെ നമുക്ക് കിട്ടിയ ആ എഫ് എന്ന് പറയുന്ന ലിനിയർ മാപ്പിന് എന്തൊക്കെ പ്രത്യേകതകളുണ്ട്? ലിനിയർ ആണ്, ഐസോമെട്രി ആണ്, സർജക്റ്റീവ് ആണ്. ആയതുകൊണ്ട് എന്ത് പറയാം, എക്സ് ഡാഷ് എന്ന് പറയുന്ന സ്പേസും എക്സ് നോട്ട് ഡാഷ് എന്ന് പറയുന്ന സ്പേസും, ഈ രണ്ട് സ്പേസുകൾ തമ്മിൽ ഒരു സർജക്റ്റീവ് ലിനിയർ ഐസോമെട്രി ഉണ്ട് എഫ് എന്ന് പറയുന്ന. ആയതുകൊണ്ട് തിരിച്ചിങ്ങോട്ട് എഫ് ഇൻവേഴ്സ് എന്ന മാപ്പിങ് എക്സ് നോട്ട് ഡാഷിൽ നിന്ന് എക്സ് ഡാഷിലേക്കുള്ള ലിനിയർ ഐസോമെട്രി ആയിരിക്കും, സർജക്റ്റീവ് ലിനിയർ ഐസോമെട്രി ആയിരിക്കും. തീർച്ചയായിട്ടും ഒരു ഇൻവേഴ്സ് മാപ്പ് ഇപ്പുറത്തേക്ക് ഉണ്ടാവും. കാരണം ഇത് ഐസോമെട്രി എന്ന് പറയുമ്പോൾ 1-1 മാപ്പാണ്, 1-1 ഓൺ 2 ആണ്. അപ്പോൾ ഇൻവേഴ്സ് മാപ്പ് ഒക്കെ എക്സിസ്റ്റ് ചെയ്യും. അപ്പോൾ അതുകൊണ്ട് ഇത് രണ്ടും എന്താന്ന് പറയാം, ഐസോമെട്രിക് ആന്ന് പറയാം. എക്സ് ഡാഷിൽ നിന്ന് എക്സ് നോട്ട് ഡാഷിലേക്ക് ലിനിയർ ഐസോമെട്രി, സർജക്റ്റീവ് ലിനിയർ ഐസോമെട്രി ഉണ്ട്. അതുകൊണ്ട് തന്നെ തിരിച്ചും ലിനിയർ സർജക്റ്റീവ് ലിനിയർ ഐസോമെട്രി എക്സിസ്റ്റ് ചെയ്യും. അതിന്റെ ഇൻവേഴ്സ് മാപ്പ് ഈ രണ്ട് സ്പേസുകളെയും അതുകൊണ്ട് തന്നെ നമ്മൾ ഐസോമെട്രിക് എന്ന് പറയും. അപ്പോൾ അതാണ് നമ്മളുടെ ഫസ്റ്റ് തിയറം ഈ യൂണിറ്റിൽ.